ഞാൻ ചോദിക്കട്ടെ, ഓ മുജാഹിദേ, ഹൈന്ദവർക്ക് ഇവിടെ കുറെ അമ്പലങ്ങളുണ്ട്. അവിടെ നടക്കുന്നത് അന്ധവിശ്വാസമോ സത്യവിശ്വാസമോ? ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കുറെ ചർച്ചുകളുണ്ട്. അവിടെ നടക്കുന്നത് നിങ്ങളെ കാഴ്ചപ്പാടിൽ അന്ധവിശ്വാസമോ സത്യവിശ്വാസമോ? അത് അന്ധവിശ്വാസമാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അതും പൊളിക്കാൻ പോകുമോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. ഹൈന്ദവർക്ക് അവരെ വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരെ വിശ്വാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നേതാവ് ഉമർ മൗലവിയല്ല, കെ പി അബ്ദുൽ ഖാദിർ മൗലവിയല്ല. ഞങ്ങളെ നേതാവ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്തവർക്കും എല്ലാ മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാറ്റിനും കാരുണ്യമാനായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ മർബിൻ വമിൻ ചൊല്ലിക്കോ മൗലവിക്ക് പറ്റാത്ത ബുറുദയിൽ നിന്ന് സലാത്തതിന്റെ കൂടെ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ സൃഷ്ടികളെയും നേതാവാണ്. ആ റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചത് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നാണ്, ഖബറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കണമെന്നാണ്. അതിവിശദമായി ഞാൻ എൻ്റെ ആ സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് വാങ്ങിയത് കേൾക്കണേ. ഇവരുടെ ഭീകരമായ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് റസൂലുള്ള പറയുന്നത്? അവിടുന്ന് പറയുന്ന അൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. മഹാന്മാരെ ഖബർ സ്വർഗ്ഗത്തോട്ടമാണ്, സ്വർഗ്ഗത്തോട്ടമാണ് മഹാന്മാരെ ഖബർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിനതാ ഇമാം ബുഖാരി അധ്യായം കൊടുക്കുന്നത് ബാബു ഫദ്ലി മാ ബൈനൽ ഖബരി വൽ മിംബരി. ഖബറിന്റെയും മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. റസൂലുള്ളാഹിന്റെ ജാറത്തിന് മാത്രമല്ല ബഹുമാനം, ഖബറിന് മാത്രമല്ല ബഹുമാനം, ഖബറിന്റെ പരിസരത്തിനും ബഹുമാനമാണ്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തോട്ടമാണ് എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം. അങ്ങനെ മഹാന്മാരുടെ ഖബർ സ്വർഗ്ഗത്തോട്ടമാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരവും സ്വർഗ്ഗത്തോട്ടമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളിയോട് തൊട്ടടുത്ത റൂമിൽ കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള പള്ളി 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് മഖ്ബറയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് മഖ്ബറയിലുള്ളവരെ വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ. ഖബറാളികളെ അസ്സലാമു അലൈക്കും. പിന്നീട് സെലഫി വന്നിട്ട് ഖബറിലുള്ളവർ കേൾക്കൂല, ഖബറിലുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന റസൂലുള്ള മുൻകൂട്ടി അറിഞ്ഞതുപോലെയുണ്ട്. ഖബറാളികളെ വിളിക്കുന്ന അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ. ഖബറാളികളെ അസ്സലാമു അലൈക്കും. എന്നിട്ട് ജീവിതകാലത്ത് പറയുന്നത് പോലെ പറയുന്നു. അതേ അതാ ആ ഖബറിലുള്ളവരോട് പറയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞങ്ങളെ മുമ്പിൽ അങ്ങ് പോയതാണ്, പിന്നാലെ ഞങ്ങളും വരുന്നുണ്ട് എന്നവരോട് ജീവിതകാലത്ത് സംസാരിക്കുന്ന ശൈലിയിൽ തന്നെ സംസാരിക്കുന്നു. മരിച്ചുപോയ മഹാന്മാരോട് സംസാരിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയും പോലെ പറയാമെന്ന് ലോകത്തിനെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് ഓ മുസ്ലിമേ പ്രാർത്ഥിക്കുകയാണ്. ഖബറിനടുക്കൽ മുൻജാറത്തിൽ പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, പൊളിക്കാൻ പോയവർ പറഞ്ഞില്ലേ? എന്നാ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ജീവിച്ചിരിക്കുന്ന നമ്മൾക്കും ഇവിടെ കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹ് സൗഖ്യം നൽകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും. നിങ്ങൾക്കും അല്ലാഹ് പൊറുക്കട്ടെ, ഞങ്ങൾക്കും അല്ലാഹ് പൊറുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കും ജാറത്തിൽ പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്കും റസൂലുള്ള പ്രാർത്ഥിക്കുന്നു. ഈ ഹദീസ് തെളിവിന് പറ്റൂലേ മൗലവിമാരെ? പറ്റില്ലെങ്കിൽ ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം നോക്കൂ. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. മുമ്പ് പോയവർക്കും ഇനി വരുന്നവർക്കും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. എത്ര ദുആയാണ് ഖബറിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. ഖബറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ ഓ മൗലവിമാരെ, നിങ്ങളും യഹൂദികളും തമ്മിലല്ലാതെ അല്ലാഹുവിന്റെ റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധവിശ്വാസിയാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത് പറഞ്ഞു വെച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ഖബറിങ്കൽ പോയി ദുആ ചെയ്തത് ഹദീസിലുണ്ടെന്ന് നിങ്ങളെ മൗലവിമാർക്കറിയാം. ഖബറിലുള്ളവരെ വിളിച്ചത് നിങ്ങൾക്കറിയാം. അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ യഹൂദികളെ തൃപ്തിപ്പെടുത്തണം. മുഹമ്മദ് നബി അന്ധവിശ്വാസിയാണെന്ന് മുഹമ്മദ് നബിയുടെ അനുയായികൾ തന്നെ പറയുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടി നിങ്ങളെ യഹൂദികളായ ആളുകൾ വിലക്കെടുത്തതല്ലേ മൗലവിമാരെ? നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണമെന്ന് പറഞ്ഞത് യഹൂദികൾക്ക് വേണ്ടിയല്ലേ? അതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഇങ്ങനെ ഹദീസില്ലേ? റസൂലുള്ള ജാദാ ഖബറിങ്കൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഇന്നും ലോക മുസ്ലിമീങ്ങൾ ജാറത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? സൗദിയുടെ ഭരണാധികാരി ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നാളെ സ്ക്രീനിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അബ്ദുള്ള രാജാവ് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി സലാം പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വിനയത്തോടെ വന്ന് നിന്നില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് നിന്നില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും റസൂലുള്ളാഹിന്റെ ജാറത്തിൽ വരുന്നില്ലേ? റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ദുആ നടത്തുന്നില്ലേ? അവരെല്ലാം മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ, നിങ്ങൾക്ക് അന്ധവിശ്വാസികളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ മതം കിട്ടിയത്? നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിനെയും അന്ധവിശ്വാസിയാക്കാൻ നിങ്ങൾ യഹൂദികളോട് വാങ്ങിയ അച്ചാരം തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാണിക്കാൻ പറ്റുമോ? بعد ذلك صلى خادم الحرمين الشريفين ركعتي تحية المسجد. ثم أدى خادم الحرمين الشريفين صلاة العصر مع جموع المصلين في المسجد النبوي الشريف. عقب ذلك تشرف بالسلام على رسول الله صلى الله عليه وسلم وصاحبيه رضي الله عنهما. وقد رافق خادم الحرمين الشريفين في زيارته للمسجد النبوي الشريف صاحب السمو الملكي الأمير نايف بن عبد العزيز النائب الثاني لرئيس مجلس الوزراء وزير الداخلية، وصاحب السمو الملكي الأمير ممدوح بن عبد العزيز، وصاحب السمو الملكي الأمير عبد الإله بن عبد العزيز مستشار خادم الحرمين الشريفين. സൗദിയിൽ നിന്നുള്ള അനൗൺസാണ്. മൗലവിയോട് ചോദിക്കട്ടെ, മൗലവി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വെല്ലുവിളി നടത്തിയിരുന്നു എന്നെ, മദീനയിൽ പ്രസംഗിക്കാൻ പേരോടിന് ധൈര്യമുണ്ടോ? പെർമിറ്റ് കൊണ്ടുവരാതെ. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ പെർമിറ്റ്, റെഡി. ഇപ്പൊ വന്നിട്ട് റെഡിയായോ മൗലവി? കരയുദ്ധം നടക്കുന്നുണ്ടേ മൗലവി. വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ 10 മാസം തികയുന്നുണ്ടേ മൗലവി. ഇത് കരയുദ്ധമാണ്. ഇനി ഞാൻ പറയട്ടെ, ഓ മുസ്ലിമീങ്ങളെ, ആരാണ് ഈ പാവപ്പെട്ട മുജാഹിദിന് മഖ്ബറ പൊളിക്കാൻ പ്രചോദനം നൽകിയത്? ഭീകരപ്രവർത്തനത്തിന് പ്രചോദനം നൽകിയത് മുജാഹിദിന്റെ മൗലവിമാരല്ലേ? അൽമനാറ് നേർച്ചകൾ എന്ന അധ്യായം ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവേച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും
ആയുസ്സിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലല് നിർബന്ധമാണ്. മുജാഹിദേ, പച്ച മലയാളത്തിൽ നിങ്ങൾ ഇറക്കിയ നിങ്ങളെ മുഖപത്രമല്ലേ അൽമനാർ? മഖ്ബറയിലേക്ക് നേർച്ച തേറുന്ന ഒരു മുശ്രിക്കീങ്ങളാണെന്നും അവരെ കൊല്ലല് നിർബന്ധമാണെന്നും നിങ്ങൾ എഴുതി വെച്ചില്ലേ? നിങ്ങളാണോ സലഫിയെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടി ഇല്ലെന്ന് പറയുന്നത്? പറയണം സലഫിയെ, പറയണം മൗലവിമാരെ. നിങ്ങൾ അൽമനാറിൽ അങ്ങനെ ഇല്ലേ? കൊല്ലാൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ജാറം പൊളിക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇനി നിങ്ങൾ വിളിച്ച ജാറമൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതല്ലേ? അതിന്റെ റിപ്പോർട്ട് ഈ മൗലവിയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ലേ? നിങ്ങൾ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയിലെ ജാറം പൊളിച്ചിട്ടില്ലേ? അലി ഇബ്നു അബീ താലിബിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഖദീജ ബീവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ മദീനത്തെ ജാറം പൊളിച്ചിട്ട് അതാ റൗദയിലുള്ള അതാ രത്നങ്ങളും പണങ്ങളുമൊക്കെ നിങ്ങൾ കവർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ കഅബത്തൊന്നും കവർച്ച ചെയ്തിട്ടില്ലേ? അത് കോൺഗ്രസിന്റെ നേതാവായ ഈ മൊയ്ദ് മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാനിവിടെ വായിച്ചതല്ലേ മുമ്പ്? ഓ മുസ്ലിമീങ്ങളെ, അത് ഞാൻ വായിച്ചപ്പോ ഓ സലഫി നിങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ചില പണിയൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നിങ്ങളെ പ്രസംഗത്തിലില്ലേ? ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ ഞാനതൊക്കെ കയറ്റുന്നുണ്ട്. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഏതാണ് മോനെ? മക്കയും മദീനയും. മക്കയിൽ കഅബ ശരീഫിന്റെ സമീപം, മദീനയിൽ റൗള ശരീഫിന്റെ സമീപം. ഒരു മുസ്ലിമിനും തർക്കല്ല. ഏത് സാധാരണക്കാരനും അറിയും. അതറിയാത്ത സാധാരണക്കാരനുണ്ടോ ഈ മുജാഹിദ് മൗലവിമാരല്ലാതെ? എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ആ മക്കയിലും മദീനയിലും പോയിട്ട് മഖബറ പൊളിച്ച കമ്പനിയല്ലേ ഇവർ? കൊള്ള ചെയ്ത കമ്പനിയല്ലേ ഇവർ? നാട് കാണി ഇവർക്കൊരു വിഷയ. ഞാൻ വായിച്ചു കേൾപ്പിക്കുക, കേട്ടോളി. ഇതെന്താ സാധനം? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഈ മൊയ്ദ് മൗലവി എഴുതിയതാണ്. അയാൾ മുജാഹിദാണ്, ശരിയല്ല. ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയത് CH മുഹമ്മദ് വായ സാഹിബാണ്. ഈ പുസ്തകത്തിൽ അയാൾ എഴുതുന്നത് കണ്ടോ? ഈ മൊയ്ദ് മൗലവി ഷെയ്ഖിന്റെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഫാത്ത്, നിര്യാണം. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജറ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു. ഇയാൾ ചെയ്ത പണി എന്താ? ഇയാൾ ജനിച്ചത് നജിദിലാണ്. നജിദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാമിന എന്നൊക്കെ ദുആർന്നപ്പോ, ഷാമിനും യമനിനൊക്കെ ദുആർന്നപ്പോ സഹാബത്തിൽ ചിലർ പറഞ്ഞു ഫീ നജിദിനാ യാ റസൂലുള്ളാഹ്, നജിദിന് വേണ്ടി ബർക്കത്തിന് ദുആർന്ന നബിയെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആർന്ന് കൊടുത്തില്ല. ഇന്നെന്തോ അവിടെ നിന്നാണ് കുലുക്കം, അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയും. അപ്പറഞ്ഞ ആ നജിദിൽ ജനിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാൾ അനുയായികളാണ് സർവ്വ മുജാഹിദീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തിന് ദുആർക്കൂല, ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ജനിച്ചു. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? നജിദികൾ എന്ത് ചെയ്തു? പറയട്ടെ, മൊയ്ദ് മൗലവി പറയട്ടെ. ഹിജാസിലെ ആറിത്തണുത്ത പഴയകാലം വീണ്ടും ചൂടുപിടിച്ചു. അതിനൊരു പ്രത്യേക കാരണമുണ്ടായി. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഹറമിലെ ഉലമാക്കള് നജിദികളുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല. ബുഖാരിയിൽ നമ്മൾ നേരത്തെ എന്തായാലും പഠിച്ചത്, ബുഖാരിയിൽ ഒരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പറയുന്ന അധ്യായം, വഹല്ല അല ഇത്തിഫാഖി അഹ്ലിൽ ഇൽം, വിവരമുള്ളവർ ഒരു വിഷയത്തിൽ യോജിച്ചാൽ ആ യോജിച്ച വിഷയത്തെ സ്വീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതിൽ പറയുന്ന അധ്യായം. വമജ്തമ അലൈഹിൽ ഹറമാനി, മക്കയിലെ ഹറമും മദീനയിലെ ഹറമും ഒരു കാര്യത്തിൽ യോജിച്ചാൽ ആ യോജിച്ചത് അംഗീകരിക്കണം എന്നത് പഠിപ്പിക്കുന്ന അധ്യായം. എനിക്ക് കേട്ടോളി. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് അന്നത്തെ ഭരണാധികാരിയാണ്. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാഖ്, ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ വെച്ചാൽ വ്യാപാരത്തിന് പോകുന്ന ആളുകളെ കൊള്ള ചെയ്യാൻ തുടങ്ങി വരും. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? മുജാഹിദീങ്ങൾ ചെയ്ത പണിയെ പറയുന്നത്,
എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജറ 1216, ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ് അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്തു അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഖബറുകളുടെ മേൽ എടുത്ത എടുപ്പുകൾ പൊളിച്ചു നീക്കി. അവിടുന്ന് ആളുകളെ സംഖ്യകൾ മുഴുവനും കവർച്ച ചെയ്ത് ഖജനാവുകളും രത്നങ്ങളും കയ്യിലാക്കി കവർച്ച ചെയ്തിട്ട് വിതരണം ചെയ്തു. ആര്? മുജാഹിദുകളുടെ നേതാക്കന്മാര്. തീർന്നില്ല, ഇനിയും കേട്ടോ. ഹിജറ 1318 മുഹറം 8 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയപേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി. അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുജാഹിദിന്റെ ആളുകൾ മക്കയിൽ കടന്നിട്ട്, ഈ മൊയ്ദ് മൗലവി കോൺഗ്രസിന്റെ നേതാവാണ്, മുജാഹിദിന്റെ നേതാവാണ്, അദ്ദേഹം എഴുതുകയാണ്, ഖബറുകളുടെ മേലുള്ള കുബ്ബകൾ പൊളിച്ചു നീക്കി, കഅബത്തിലുള്ള രത്നങ്ങൾ കവർച്ച ചെയ്തു. അവരെ നേതാക്കന്മാർ എടുത്ത പണി പറയാണ്. അങ്ങനെ എന്നിട്ട് അവസാനം പറയാണ്, പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. ഇങ്ങനെ മക്കയിലും മദീനയിലും പോയി മഹാന്മാരെ ഖബറ് പൊളിക്കുകയും രത്നങ്ങളും പണങ്ങളും അതാ കവർച്ച ചെയ്യുകയുമാണ് മുജാഹിദിന്റെ നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, അവരൊരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി. അത് മുജാഹിദിന്റെ പത്രമായ അൽ-ഇത്തിഹാദ് എന്ന ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത് ഞാൻ ഇനി CD-യിൽ കയറ്റിക്കോളാം. ഇപ്പോൾ ഞാനിതിലേക്ക് കടക്കുന്നില്ല, ഇത് സാമ്പിളിന് ഇത് മതിയല്ലോ. ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ, കേട്ടോളി. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എത്രയോ ആളുകളെ കൊല്ലുന്നതിനും മഖാം കൊള്ളയടിക്കുന്നതിനും അവിടെ അനറബികളായ പുറത്തുനിന്ന് വന്ന ആളുകളെ കൊന്നുകളയുന്നതിനും അവരുടെ രത്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഒരു വിഷമവും ഒരസഹ്യമായി അവർക്ക് തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഓ സലഫി, പറയണം, നിങ്ങൾ KC അബൂബക്കർ മൗലവി നിങ്ങളെ നേതാവല്ലേ? അല്ലേ? അല്ലേ? അൽ-ഇത്തിഹാദ് നിങ്ങളെ നേതാക്കൾ KK മൗലവി പുറത്തിറക്കിയ പത്രമല്ലേ? അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതെ, ഖബറിന് നേർച്ച ചെയ്യുന്നവരോട് കാഫിറുകളോടുള്ള വീക്ഷണഗതി തന്നെയായിരുന്നുവെന്നും അതെ, ഖബറിന് നേർച്ച ചെയ്തവരെ കൊന്നുകളയുകയാണ് ചെയ്തതെന്നും അതുപോലെ മഖാം കൊള്ളയടിക്കുകയാണ് കർബലയിൽ നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളെ പത്രത്തിൽ നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ? ഇനിയും എത്രയോ വായിക്കാനുണ്ട്. ഞാൻ വിശദമായി പറയാൻ സമയം പോരാ. ഞാൻ ഒന്നുകൂടി വായിച്ചു കൽപ്പിക്കട്ടെ, കേട്ടോളൂ. എന്നാൽ വഹാബികൾ ഈ അവസരം അസലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു. ഇത് നിങ്ങളെ നേതാവ് KC അബൂബക്കർ മൗലവി എഴുതിയിട്ടില്ലേ? ഈ മൊയ്ത മൗലവി മാത്രമല്ല, ഇനിയും കേട്ടോളൂ. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വിളക്കുകളും അവർ ഉരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഹിജറ 1220 ക്രിസ്താബ്ദം 1805 നടന്നത്. ഇനിയും കേട്ടോളൂ. അലി റളിയല്ലാഹുവിന്റെ ഖബർ ആക്രമണം. പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. എന്നിട്ട് അതിനാക്രമിച്ച സംഭവവും പറഞ്ഞിട്ട് പിന്നെയും കാണാം എത്രയാണ്
അടുത്ത കൊല്ലം വഹാബികൾ ഫുറാത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ആന ആക്രമിക്കുകയും എന്നിട്ട് ദിമസ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. അന്ന് അവിടുത്തെ അമീറായ യൂസുഫ് പാഷയെ അവിചാരിതമായി പിടികൂടിയത് കൊണ്ട് അദ്ദേഹം അവരോട് സൗഹാർദ്ദം കാണിക്കുവാൻ നിർബന്ധിതനായി. അദ്ദേഹവും പട്ടണവാസികളും വഹാബി പ്രബോധനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൂടാതെ അവിടുന്ന് ഹജ്ജിന് വരുന്ന കാഫിലയെ ദ്രോഹിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് കുറെ സംഖ്യയും കൊടുത്തു. വഹാബികൾ കൈക്കൂലി വാങ്ങിയത് എന്തിനാണ്? ഹജ്ജിന് വരുന്നവരെ ആക്രമിക്കാതിരിക്കാൻ. എന്നാ കേട്ടോളൂ, എന്നിട്ട് ഇവർ ചെയ്ത അക്രമം എന്താണ്? എന്നാൽ വഹാബികൾ ആ സംഖ്യ വാങ്ങുകയും കുറെ ദൂരം കാഫിലയുടെ കാവൽക്കാരായി പോവുകയും ചെയ്തുവെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജാജികളുമായി വഴക്കുണ്ടാക്കിയത് നിമിത്തം കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. അതെ, ഇത് മുജാഹിദിന്റെ നേതാക്കന്മാര് അവരെ പത്രത്തിൽ എഴുതിയതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അങ്ങനെ എത്രയോ ആളുകളെ കൊന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കുബ്ബയെ പൊളിച്ചു. അതുപോലെ മഹാന്മാരുടെ പരട് കുബ്ബകൾ ഇവര് പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായ കഅബയിൽ കവർച്ച നടത്തിയൊരു കൂട്ടര്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കവർച്ച നടത്തിയൊരു കൂട്ടര്, ഇവരല്ലാതെ വേറെയുണ്ടോ മുസ്ലിമീങ്ങളെ? ഇതിനെക്കുറിച്ച് ഞാൻ നാദാപുരത്ത് വരുന്ന സലഫിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഭരണം കിട്ടിയപ്പോ ഞങ്ങളുടെ നേതാക്കന്മാര് ഇസ്ലാമിനെതിരായ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല, ആരും നിഷേധിക്കുന്നില്ല. എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ അയാൾ പറഞ്ഞു നോക്കി, ഞാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു കൊടുത്ത്, അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണെന്ന് അവരുടെ പുസ്തകത്തിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനും ആമുഖം എന്ന പുസ്തകത്തിലുണ്ട്. അത് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിച്ച ബുക്കാണ്. അതിൽ പറഞ്ഞ് ഞങ്ങളെ പ്രഭാവ കേന്ദ്രമെന്നാണ്. ഇയാൾ അനുയായിയാണ് എന്ന് പറഞ്ഞാല് അത് വളരെ മോശം തന്നെയാണ്. കഅബത്തുനിന്ന് കവർ ചെയ്യുന്ന കക്ഷികളാണെന്ന് തന്നെ മോശമല്ലേ? റൗള ശരീഫിന് കവർ ചെയ്യുന്ന ആളാണെന്ന് തന്നെ മോശമല്ലേ? പക്ഷെ ഈ മോശം നമ്മളാരും എഴുതിയല്ലോ, അവരുടെ പുസ്തകത്തിൽ അവരും എഴുതിയിട്ടല്ലേ. നമ്മൾ അവരുടെ എതിരാളികൾ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്, അവരും എഴുതിയല്ലോ ഉദ്ദേശിച്ചത്. അതൊന്ന് വെച്ചോട്ടവനെ. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. അപ്പോ മുജാഹിദുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല എന്നപ്പം പറയുന്നു. നാം മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ, വിജ്ഞാന, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ. വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജ്ദിൽ മുജാദനായി എന്നാണ് അവര് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പറഞ്ഞത്. മൗലവിക്ക് ഇത് കേട്ടോക്കുമ്പോ എന്തോ ഒരു നാണക്കേട്. ഞങ്ങള് അയാളെ അനുയായികളല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കവർച്ച ചെയ്യലും കബറ് പൊളിക്കലും അതുപോലെ കൊല്ലലും മാത്രമാണ് ഈ കക്ഷികളുടെ ആദർശം. ഓ സലഫിയെ ചോദിക്കട്ടെ, പിന്നെന്തിനാ ചേറ്റിയേട്ടിയിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു കേസുമില്ല, ഞങ്ങളൊരു തീവ്രവാദത്തിനുമില്ല എന്നെന്തിനാണ് പറഞ്ഞത്? സലഫി വടി കൊടുത്ത് അടി വാങ്ങണോ സലഫി? ഇനി മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരിൽ നിന്നും ഇന്നലെയും തുടങ്ങിയതാണോ? നമ്മുടെ SYS-ഉം SSF ഒക്കെ പ്രവർത്തന രംഗത്ത് വരുന്നതിനു മുമ്പ് ഇവരെത്ര ജാറമാണ് ഇവിടെ പൊളിച്ചത്, എന്തെല്ലാം നാശങ്ങളാണ് ഇവിടെ വരുത്തിയത്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളില്ലാത്ത കാലത്ത് നിങ്ങൾ കണ്ടോ, ഇത് മുജാഹിദിന്റെ ജിഹാദ് സ്പെഷ്യൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ സ്വന്തം അതേ മറ്റൊരാശയക്കാരുടെ സ്ഥാപനങ്ങൾ പൊളിക്കലാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലലാണ് എന്ന് ഇവിടെയുള്ള എല്ലാ കക്ഷികളെയും തെറ്റിദ്ധരിപ്പിച്ചത് മുജാഹിദേ ജിഹാദ് ചെയ്യുന്നവരെന്ന അർത്ഥപ്രകാരം പേര് സമ്പാദിച്ച നിങ്ങളല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി വിലപിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നില്ലേ? നിങ്ങൾ തന്നെ എഴുതിയത് വായിക്കട്ടെ. MSM ഇടവണ്ണ ശാഖ ജിഹാദ് സ്പെഷ്യൽ 87 എന്താണ് വായിക്കുന്നത് കേട്ടോ?
വിഗ്രഹധ്വംസനം അഥവാ ജാറംപൊളി. വിഗ്രഹധ്വംസനം അഥവാ ജാറംപൊളി. അപ്പൊ വിഗ്രഹമാണ് ജാറമെന്നും വിഗ്രഹം ധ്വംസിക്കണം അഥവാ ജാറം പൊളിക്കണം എന്നല്ലേ നിങ്ങളെ ഹെഡിങ്? കേട്ടോളി. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം പൊളിക്കുക തീരുമാനം ഇപ്പിതമായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമ സംഘടിപ്പിക്കുവാൻ ഒതായിലെ PV മുഹമ്മദ് ഹാജി തീരുമാനിച്ചു. ഈ ജുമ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് ഒതായിലെ മോയിൻകുട്ടി മൗലവിയെ എടവണ്ണയിൽ ഖുതുബ നിർവഹിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജുമ ഖുതുബയ്ക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിവര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. പച്ചക്കള്ളം. അല്ലാഹുവിന്റെ റസൂൽ പൊളിച്ച ജാറം ഏത് മഹാന്റെതാണ് മൗലവിമാരെ? സഹാബത്ത് പൊളിച്ചത് ഏത് മഹാന്റെ ജാറമാണ് മൗലവിമാരെ? സനദ് സഹിതം പറയൂ സലഫി മുതൽക്ക് റസൂലുള്ള വരെയുള്ള സനദോടെ വായിക്കൂ മൗലവി. റസൂലുള്ള പൊളിച്ച ജാറന്മാരുടേതാണ്. ഏത് ജാറമാ പൊളിച്ചത്? നിങ്ങൾ സാധാരണ വായിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിന്റെ അർത്ഥം ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്തല്ലാനി ശർഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടില്ലേ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സബൈതുഹു. അതെ, മുശ്രിഫായ ഖബറിനെ തസ്വിയത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിന്റെ മഅന എന്താണ്? അത്തസ്ബീഹു. അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഖബർ അല്പം പരത്തണമെന്നാണ്, ജാറം പൊളിക്കണമെന്നല്ല എന്ന് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്തല്ലാനി ബുഖാരിയുടെ ശർഹിൽ പറഞ്ഞിട്ടില്ലേ? ആ ഹദീസ് ജാറം പൊളിയല്ലല്ലോ, കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഏതാണ് ഹദീസ് മൗലവിമാരെ? ഞാനിതാ ചോദിക്കുന്നു. മൗലവി ഇപ്പൊ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല. മൗലവി പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, വിനയത്തോടെ ചോദിക്കുകയാണ്. വെല്ലുവിളിക്കുകയല്ല, വിനയത്തോടെ കാണിക്കുന്നു. അതിന്റെ ഇപ്പൊ വെല്ലുവിളിക്കാത്തത്? മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്ന പേരോടെ ഫൈൻസിബിനൊന്ന് കാണിച്ചു തന്നാ ചെരുപ്പെടുക്കും അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്റെ വെല്ലുവിളിക്കാത്തത്? വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? കരയുദ്ധമാണേ മൗലവി. വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? ഇപ്പൊ മൂപ്പര് വിനയത്തോടെ ചോദിക്കുകയാണ്. എന്നാ ഞാൻ പറയട്ടെ, വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല, വെല്ലുവിളിക്കുകയാണ് മൗലവി. വെല്ലുവിളിക്കുകയാണ് മൗലവി. അള്ളാന്റെ റസൂല് പൊളിച്ച ജാറമേതാണ്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് വലിയന്റെ ജാറമാ പൊളിച്ചത്? ഏത് നബിയുടെ ജാറമാ പൊളിച്ചത്? പറയണേ മൗലവിമാരെ. സലഫിക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജാറം പൊളിയം മൗലവിമാർ എവിടെയുണ്ടോ അവർക്കെല്ലാം എന്റെ ചോദ്യം ബാധകമാണ്. കുറ്റ്യാടി ഞാൻ പോയത് വെറുതെയല്ല. 1964 പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കുന്ന ആ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കിയെന്ന് ഈ ചിയ്യൂർക്കാരനായ മൊയ്ദ് മൗലവി, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയിലെ ഖാദി എഴുതി വെച്ചിട്ടുണ്ട്. കുറ്റ്യാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ച സ്ഥലത്ത് പോയിട്ടാണേ മൗലവിമാരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 54 പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയട്ടെ, അതേ സ്ഥലത്ത് പോയിട്ടാണ് 25 മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6000-ലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. യതീം കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള ചെറിയ മക്കൾ, ഉറുദുക്കാരായ ചേരി പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഉണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 100 കണക്കിന് മക്കളുണ്ട്. ശരീഅത്ത് കോളേജിൽ 100 കണക്കിന് കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അൽഹംദുലില്ലാഹ് ഓലശത്തിൽ പഠിച്ച ഈ നൗഷാദ് സഖാഫി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഏത് മൗലവിക്ക് ധൈര്യമുണ്ട് ഈ ചെറുപ്പക്കാരനായ നൗഷാദ് സഖാഫി അയച്ചു തരാം? നേരിടാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ? അങ്ങനത്തെ 100 കണക്കിന് മക്കളെ അല്ലാഹുവിന്റെ തൗഫീഖ്
തൗഫീഖ് സിറാജുൽ ഹുദ വളർത്തിയെടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, സദാ ദഅവാ കോളേജിൽ MA-ക്ക് പഠിക്കും, MBA-ക്ക് പഠിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു PG എടുക്കും. അതേ സമയത്ത് പണ്ഡിതന്മാരാകും. അതിന് ദഅവാ കോളേജ് നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ? പിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ പിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്ന് വരെ തർക്കമുണ്ടായിട്ടില്ല, എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല, എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലവിമാരെ? നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മഖബറ പൊളിക്കണമല്ലേ? ഞങ്ങളെ മഖബറ പൊളിച്ചത് കൊണ്ടാണ് ഞാൻ കുറ്റിയാടിയിൽ പോയി ഓല ഷെഡ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണി വെക്കാനും കിടക്കയിടാനും അല്ല തന്നിട്ടുണ്ട്. ഞാൻ നാദാപുരത്തുനിന്നാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഓല ഷെഡ് കെട്ടി അതാ ഇസ്തികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജുൽ ഹുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ? അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നുകൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ? എന്നാ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ശരിക്കും കേട്ടോളം സിറാജുൽ ഹുദയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ? നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ, സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ നിങ്ങൾ? റസൂലുള്ള ജാറം പൊളിച്ചുവെന്ന്. എന്നിട്ടോ ഭരണാധികാരം കിട്ടിയിട്ടാണ് പോലും. ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുഹമ്മദ് നബി ഭരണം കിട്ടിയിട്ടാ ജാറം പൊളിച്ചത്. ധീര മുജാഹിദുകൾ ഭരണമില്ലാതെ തന്നെയാ പൊളിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ചോദിക്കട്ടെ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം, അതിന്റെ പുറമെ എന്തിനാണോ തീവ്രവാദം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ ആ ഭരണത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ, അവിടെയുള്ള നിയമപാലകന്മാരെ അംഗീകരിക്കാതെ, കോടതിയെ വകവെക്കാതെ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരല്ലേ തീവ്രവാദം? ഈ തീവ്രവാദമല്ലേ നിങ്ങൾ ഇവിടെ നടത്തിയത്? ഈ തീവ്രവാദത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തലവെട്ടിപ്പോയത്? ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെ ഇമാമിങ്ങളെ പലരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട്, വിഷം കൊടുത്തു കൊന്നിട്ടുണ്ട്, വിഷം കുത്തിയിട്ട് കൊന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തീവ്രവാദികൾ തലവെട്ടി കൊന്നിട്ടുണ്ട്. ഇതുപോലെ പേരോടിനെ വകവരുത്താമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഷഹീദായി മരിക്കാമല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിനാണ് കൊല്ലപ്പെട്ടത്? തീവ്രവാദത്തെ അനുകൂലിക്കാഞ്ഞിട്ടല്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ നിങ്ങളിപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയും പോലെ ഒരു കള്ളക്കത്തുണ്ടാക്കി. ആ കള്ളക്കത്ത് ഒരടിമ കൊണ്ടുപോയി, അടിമയെ വയറ്റിന്ന് പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു എഴുതിയ പോലത്തെ കത്ത്. സംഗതി ഉസ്മാൻ റളിയല്ലാഹു അല്ല, ഉസ്മാൻ റളിയല്ലാഹു അല്ല. അത് കൊണ്ടുവന്ന് ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചപ്പോ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ കൊല്ലാനാ കത്ത്, ഞാൻ അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല, വല്ലാഹി എഴുതിയിട്ടില്ല. അപ്പൊ പിന്നെ ആരതാ കയ്യക്ഷരം? കയ്യക്ഷരം മറുവാന്റെ കയ്യക്ഷര. മറുവാന്റെ കയ്യക്ഷരം. മറുവാൻ എവിടെ? മറുവാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ട്. എന്നാ മറുവാൻ കൈകാര്യം ചെയ്യട്ടെ. ഉസ്മാൻ റളിയല്ലാഹു സമ്മതിച്ചില്ല. എന്തേ? നിയമം കയ്യിലെടുക്കാൻ പിൽക്കാലത്തൊരു തെളിവായിപ്പോ. ഒരിക്കലും ഒരു രാഷ്ട്രത്തിൽ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ 3-4 ആൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ 4-5 ആൾ കൂടിയിട്ടോ നിയമം കയ്യിലെടുത്ത് നടപ്പാക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വമാണ്. തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് അത് പാടില്ല, ശറഈയായി പാടില്ല. അത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ പരിപാടി സുന്നത്യമായിട്ടാണ് അവർ, അതിന്റെ നേതാക്കന്മാരാണ് അവർ. ആ സുന്നത്യമാത്തിന്റെ നേതാക്കളിൽ അതിനൊരിക്കലും ഒരു മാതൃക ഉണ്ടാകാൻ പാടില്ല. മറുവാൻ പറഞ്ഞു, ഇല്ല, മറുവാനെ നിങ്ങൾക്ക് വിട്ടുതരൂല, നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ വന്നതാ. മറുവാൻ തെറ്റ് ചെയ്തോ
കോടതിയിൽ മർവാനെ ഹാജരാക്കും, തെളിവുകൾ വരുത്തും, പൂർണ്ണമായി പരിശോധിക്കും. കോടതി തെറ്റിനനുസരിച്ച് വിധി പ്രഖ്യാപിക്കും. അല്ലാതെ നിങ്ങൾ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയിട്ട് നിയമം കയ്യിലെടുക്കാൻ വന്നാൽ അനുവദിക്കൂല. എന്നാ ഉസ്മാനെ നിന്നെ തന്നെ കൊല്ലും. തീവ്രവാദികളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, അവർക്കെതിരെ പറഞ്ഞാൽ അവരെ കൊല്ലൂലേ? എന്നാ ഉസ്മാനെ നിന്നെ തന്നെ കൊല്ലും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചിരുന്നു. അവര് വീട് വളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജമാഅത്തിന് പോകാൻ അനുവദിച്ചില്ല. ജമാഅത്തിന് പോകാൻ അനുവദിച്ചില്ല. പകല് നോമ്പാണ്, രാത്രി നിസ്കാരമാണ്, ഖുർആനോദലാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം രാവിലെ സുബഹിന്റെ സമയത്ത് വീട്ടിലേക്കതാ ഒരു ഭാഗത്തുകൂടി ഹസൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെടാതെ ശത്രുക്കൾ എരച്ചു കയറി. അതിൽ തെറ്റിദ്ധരിച്ചു പോയ ഒരാളുമുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ ആളുകൾ 3 ആളുകൾ കയറി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി തെറ്റിദ്ധരിക്കപ്പെട്ട മഹാനായ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പോയി പിടിച്ചു. ഈ തീവ്രവാദികളെ വലയിൽപ്പെട്ട് തെറ്റിദ്ധരിച്ചതാണ്. താടി പിടിച്ചപ്പോ അതാ അപ്പുറന്ന് ഭാര്യ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ച സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭാര്യ അവിടുന്ന് കരയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കരയണ്ട പെണ്ണേ, ഞാൻ ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്. റസൂലുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനേ നാളത്തെ നോമ്പ് തുറ നമ്മളെ കൂടെയാണ് കേട്ടോ. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ അവിടെ എത്തണം. സുബ്ഹാനല്ലാഹ്. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയവരുടെ തെറ്റിദ്ധാരണ തിരുത്തൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിനെന്താ വേണ്ടത്? അതിന് വേണ്ട പല പരിപാടികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരെ മദ്ഹ് പറയൽ. മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ റഹ്മത്ത് ഇറങ്ങും. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ അത് പറയുന്നുണ്ട്. അപ്പൊ മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ, മൗലിദോദിയാൽ, അതേ മാല ചൊല്ലിയാൽ റഹ്മത്ത് ഇറങ്ങും. അത് ചൊല്ലാതിരുന്നാലോ റഹ്മത്ത് ഉയർന്നു പോകും. അതല്ലേ മുസ്ലിമീങ്ങളെ റഹ്മത്തും ബർക്കത്തും ഒക്കെ മാല ചുരുങ്ങുന്നതിനനുസരിച്ച്, മൗലിദ് ചുരുങ്ങുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്നില്ലേ? ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ മനസ്സിൽ റഹ്മത്ത് ഇറങ്ങാൻ വേണ്ടി എന്താ ചെയ്തത് എന്നറിയോ? മുൻഗാമിയായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറഞ്ഞു. മുഹമ്മദേ, നിന്റെ ബാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും നീ എന്റെ താടി പിടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊരുത്തപ്പെടൂല കേട്ടോ. അവിടുന്ന് വലിയ മഹാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴേക്ക് മഹാനായ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ അങ്ങ് നീങ്ങിപ്പോയി.